തെരഞ്ഞെടുപ്പ് കാലമായതോടെ പതിവ് പ്രസംഗത്തിൽ നിന്ന് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഒഴിവാക്കിയെങ്കിലും മിനിമം 2 മണിക്കൂർ പ്രസംഗം എന്ന രീതി മാറ്റിയിട്ടില്ല മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന് സമയമായതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും BJPയെയും കടന്നാക്രമിച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഓരോ സ്ഥലത്തും പുരോഗമിക്കുന്നത്. കേന്ദ്രത്തെ കൊട്ടിയും തട്ടിയും ചോദ്യരൂപേണയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം സദസ്സിനെയും മടുപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രി എത്തുമ്പോൾ തന്നെ ആളുകൾ വേദിയിൽ നിറഞ്ഞിരുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കാതുകൾ കിമ്പമുള്ള വാദ്യമേളങ്ങളോടെ സ്വീകരണം. സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന്റെ കൈ ചേർത്തു പിടിച്ച് സദസ്സിനെ അഭിവാദ്യം ചെയ്തു. മുഖ്യമന്ത്രിയെ ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് താങ്കളുടെ അടക്കമുള്ളത് നടപ്പാക്കും. പക്ഷെ നിങ്ങളെ ആരും വിശ്വസിക്കും? നിങ്ങളല്ലേ ഇത് മാർക്കറ്റ് തകർത്ത് കളിയെന്ന് പറഞ്ഞിട്ട് തള്ളിയത്, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിയത്. തുടക്കം മുതലേ അറ്റാക്കിംഗ് മൂഡിലായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന പ്രധാനമന്ത്രിക്കായിരുന്നു ആദ്യ മറുപടി. ഞങ്ങൾ കേരളത്തെ വികസിപ്പിക്കും എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ അനുഭവം മറക്കാൻ കേരളീയർക്ക് കഴിയോ? ഒരു നാടിനോട് തകരട്ടെ എന്നൊരു മനോഭാവം കാണിക്കാൻ പാടുണ്ടോ? നിങ്ങളാണോ ഈ നാടിനെ വികസിപ്പിക്കാൻ പോകുന്നത്? തൊട്ടുപുറകെ രാഹുൽ ഗാന്ധിക്ക്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ നിലയിൽ എവിടെയെങ്കിലും കണ്ടോ? അല്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് പറ, ഇന്നയാള് ഇവിടെ ഉണ്ടായി, ഇന്ന ഭാഗത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊന്ന് പറഞ്ഞൂടെ? പ്രളയകാലത്ത് കേരളം നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് വീണ്ടും BJPക്കെതിരെ. നമ്മൾ ഇവിടെ നേരിട്ട ദുരന്തം, നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിന്റെ തുടർച്ചയായി വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഇതെല്ലാം കേരളത്തിന്റെ മനസ്സിലുണ്ടെന്നും മറുപടി കേരളീയർ നൽകുമെന്നും മുഖ്യമന്ത്രി. ഒടുവിൽ രാധാകൃഷ്ണനെ കുറിച്ച്, ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോവുക എന്ന ദൗത്യം ഏറ്റെടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസംഗം അവസാനിപ്പിച്ച മുഖ്യമന്ത്രി വേദി വിട്ടതോടെ നിറഞ്ഞു കവിഞ്ഞ സദസ്സും വളരെ വേഗം കാലിയായി. 24 ആലത്തൂർ.